ഹായ് ഗൈസ്. സോ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അതാണ് ക്ലാസ് ഫീൽഡ് പ്രോപ്പർട്ടീസും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ്സിനകത്ത് നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതിയില്ലേ ദിസ് ഡോട്ട് ടൈറ്റ് ഈക്വൽ ടു ടൈറ്റിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. സോ ബേസിക്കലി ക്ലാസ്സിന് കൺസ്ട്രക്ടറിൻ്റെ അടുത്തല്ല, ക്ലാസ്സിനകത്ത് ടൈറ്റിൽ ഈക്വൽ ടു ഡീഫോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. സോ ഈ ടെക്നിക്കലി ക്ലാസ് ഫീൽഡാണ്. അതുപോലെ ഇമേജ് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രൈസ് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ എംപ്റ്റി സ്ട്രിംഗ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ക്ലാസിൻ്റെ ഫീൽഡാന്ന് പറഞ്ഞിട്ട് ഫീൽഡാന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവയും ക്ലാസിൻ്റെ ഫീൽഡ്സ് ആണ്. ഓക്കെ, പക്ഷേ കൺസ്ട്രക്ടറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എഴുതുന്നുണ്ടല്ലോ ദിസ് ഡോട്ട് ടൈറ്റിൽ. സോ ഇങ്ങനെയൊക്കെ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നുണ്ട് ദിസ് ഡോട്ട് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇങ്ങനെയൊക്കെ എഴുതുന്ന ടൈമിൽ ബേസിക്കലി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്ക് പറയാൻ പറ്റും. സിമ്പിളായി പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തതിൽ ഫീൽഡും ഒബ്ജക്റ്റ് ക്രിയേഷൻ ആകുന്ന സമയത്ത് ദിസ് ഡോട്ട് സംതിങ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ദിസ് ഡോട്ട് ടൈറ്റിൽ പോലെ ദിസ് ഡോട്ട് സംതിങ് ആയി വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ ഡിഫറൻസ് വളരെ തിയറി ബേസ്ഡ് ആണ്. പ്രാക്ടിക്കലായി നോക്കുമ്പോൾ ഫീൽഡ്സും പ്രോപ്പർട്ടീസും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിക്കാം നമ്മൾ ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടറും ക്ലാസ്സിൻ്റെ അകത്തല്ല നമ്മൾ കൺസ്ട്രക്ടറും എഴുതിയിരിക്കുന്നത് ഇവിടെ. ഓക്കെ, സോ കൺസ്ട്രക്ടർ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ടറും ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഫീൽഡല്ലെന്ന് ചോദിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇവിടെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ കോഡിൽ എഴുതുന്നുണ്ട് ഇവിടെ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ വിളിക്കുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ കോൾ ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ആക്ച്വൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആണ് നടക്കുന്നത് അവിടെ. അപ്പോൾ കൺസ്ട്രക്ടറിൻ്റെ അടുത്ത് ബേസിക്കലി ദിസ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ അതൊരു ബ്ലൂ പ്രിൻറ്റ് ലെവൽ തിങ് മാത്രമല്ല, അതൊരു റിയൽ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ക്രിയേഷൻ കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് കൺസ്ട്രക്ടറിൻ്റെ അടുത്ത് ദിസ് ഡോട്ട് ടൈറ്റിൽ ദിസ് ഡോട്ട് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ എഴുതിയില്ലേ. സോ ഇവയെല്ലാം പ്രോപ്പർട്ടീസാണ് നമ്മൾക്ക് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മളിങ്ങനെ നമ്മൾ ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, കറസ്പോണ്ടിങ് ഡാറ്റ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ബേസിക്കലി ഇവിടെ വന്നിട്ട് കൺസ്ട്രക്ടർ റൺ ചെയ്യും. എന്നിട്ട് ഈ ദിസ് ഡോട്ട് ടൈറ്റിൽ ദിസ് ഡോട്ട് ഇമേജ് പ്രൈസ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയാൻ എന്തെങ്കിലും റിയൽ പ്രോപ്പർട്ടീസാണ് ആഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിലേക്ക്. അപ്പോൾ ഈസി ആയിട്ട് ഓർക്കാൻ ഒരു ലൈൻ മതി. ഫീൽഡ് ബിക്കം പ്രോപ്പർട്ടീസ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ഫ്രം ദി ക്ലാസ്. അതായത് ക്ലാസ് ഫീൽഡ്സ് എന്നത് ഫ്യൂച്ചർ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ഡെഫിനിഷൻ പോലെയാണ്. അതുകൊണ്ട് മെമ്മറൈസേഷൻ അധികം വേണ്ടി വരില്ല. ഓക്കെ, ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ തിങ്ക് ചെയ്യുക വെച്ചാൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ക്ലാസ് ലെവൽ ഡെഫിനിഷനാണ്, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ആദ്യം ക്ലാസ് ഫീൽഡിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ കേസ് ടൈറ്റിലാണ്. സോ ബേസിക്കലി ടൈറ്റിൽ എന്നത് ക്ലാസ് ഫീൽഡാണ് ആക്ച്വലി. ഓക്കെ, സോ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ഈ പ്രൊഡക്ട്സ് ഓഫ് സീറോ ഡോട്ട് ടൈറ്റിൽ എന്നൊക്കെ വിളിക്കുന്നത് ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം. സോ ബേസിക്കലി ഒരു ക്ലാസ്സിനകത്ത് മെത്തേഡ് ഡിഫൈൻ ചെയ്താൽ അതിനെ ക്ലാസ് മെത്തേഡ് നമുക്ക് പറയാനും പറ്റും കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മെത്തേഡ് എഴുതാൻ വേണമെങ്കിൽ എന്താ പറയുക, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ഞാൻ അറിയാം. പ്രിൻ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെത്തേഡ് എഴുതാം. എന്നിട്ട് ഞാൻ കൺസോൾ ലോഗ് ഓഫ് ദിസ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. സോ ഇവിടെ പ്രിൻ്റ് ഇൻഫോ എന്ന് പറഞ്ഞത് ഒരു ക്ലാസ് മെത്തേഡാണ്. ഓക്കെ, സോ പക്ഷേ നമ്മളിവിടെ ന്യൂ പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്, പില്ലോ എന്നൊക്കെ പറഞ്ഞ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഒബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട മെത്തേഡ് അത് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രാക്ടിക്കലായി അതിന് ഒബ്ജക്റ്റ് മെത്തേഡ് എന്ന് പറയാൻ പറ്റും വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറണ്ട് കോഡിലേക്ക് തിരിച്ച് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഫീൽഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ടൈറ്റിൽ, ഇമേജ്, URL, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചു. കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും സെയിം പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ടൈറ്റിൽ, ഇമേജ്, URL, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നത് വെച്ചാൽ ക്ലാസ് ഫീൽഡ് ആദ്യം ഡീഫോൾട്ടായി വാല്യൂസ് ആയി വയ്ക്കുന്നു. അതിന് ഫ്യൂച്ചർ ഒബ്ജക്റ്റിന് വേണ്ടി റെഡി ആക്കി വെക്കുകയാണ്. അവിടെ കൺസ്ട്രക്ടർ റൺ ആയ ഉടനെ അവയെല്ലാം ന്യൂ വാല്യൂസ് കൊടുത്ത് ഇത് ഇവിടെ ഓവർറൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കറണ്ട് കേസിൽ ഫീൽഡ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്ട്രിക്റ്റ്ലി റിക്വയർഡ് അല്ല. സോ
കറണ്ട് കോഡ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലേ, ലൈക്ക് ഡീഫോൾട്ട് വെച്ച് സെറ്റ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡീഫോൾട്ട് വാല്യൂസ് ഉണ്ടെങ്കിലും ന്യൂ പ്രോഡക്റ്റ് കോൾ ചെയ്യുന്ന എല്ലാ സമയത്തും കൺസ്ട്രക്ടർ ഉടനെ പുതിയ വാല്യൂസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡീഫോൾട്ട് ഫീൽഡ് വാല്യൂസ് സോ പ്രാക്ടിക്കലി നമുക്ക് യൂസ് ആകുന്നില്ല നമ്മുടെ കേസിൽ. ഓക്കെ, അതുകൊണ്ട് സ്പെസിഫിക് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഫീൽഡ്സ് ഒക്കെ റിമൂവ് ചെയ്താലും പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം കൺസ്ട്രക്ടർ അലോൺ മതി പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്ലാസ്സിനകത്ത് ഫീൽഡ് പ്രീ ഡിഫൈൻ ചെയ്താലും ചെയ്യാതെയും ബേസിക്കലി കൺസ്ട്രക്ടറിനകത്ത് ആദ്യമായി പ്രോപ്പർട്ടീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ വേണമെങ്കിൽ നമുക്കിത് കമൻറ്റ് ഔട്ട് ചെയ്യുക, റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഐ മീൻ ലൈക്ക് പ്രശ്നമില്ല. അത് കറസ്പോണ്ടിങ്ങിൽ അത് വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ലാണ്ടത് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇത് പ്രശ്നം വരില്ല. ഇത് കറസ്പോണ്ടിങ്ങിൽ ഇത് വർക്ക് ചെയ്യുന്ന, അത് കോഡ് കുറച്ചുകൂടി ക്ലീനറാക്കി പറ്റും. സോ സെയിം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. കാരണം കൺസ്ട്രക്ടറിൻ്റെ അടുത്ത് ദിസ് ഡോട്ട് ടൈറ്റിൽ ഇത് തന്നെ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി. സോ ഇത് പ്രീ ഡിഫൈൻ ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.